മക്കളെ, സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, എ ബോൾ ഓഫ് മാസ് m ഈസ് ത്രോൺ അപ്വേർഡ് ആൻഡ് അനദർ ബോൾ ഓഫ് സെയിം മാസ് ഈസ് ത്രോൺ ഡൗൺവേർഡ് സോ ആസ് ടു മൂവ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ദി ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ആ ചോദിച്ചിട്ടുള്ളത്. ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എങ്ങനെയാ കിട്ടുക എന്നറിയോ? എങ്ങനെയാ കിട്ടാറുള്ളത്? m1a1 പ്ലസ് m2a2 ബൈ m1 പ്ലസ് m2. ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? m1 പ്ലസ് m2. ഇതാണ് നമ്മൾ ചെയ്തുണ്ടാക്കേണ്ടത്. രണ്ട് ബോഡി ഉണ്ട്. ആദ്യത്തെ ബോഡിയുടെ മാസ് m ആണ്, അതിനെ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു. അടുത്ത ബോഡിയുടെ മാസ് m ആണ്, അതിനെ നമ്മൾ താഴോട്ട് എറിഞ്ഞു. എടാ, ആദ്യത്തെ ആളുടെ ആക്സിലറേഷൻ എത്രയാണെന്നറിയോ? അത് g ആയിരിക്കും. എങ്ങോട്ടാ? താഴോട്ട്. രണ്ടാമത്തെ ആളുടെ ആക്സിലറേഷനോ? അതും g തന്നെ, ഡൗൺവേർഡ്. എടാ, മുകളിലേക്ക് എറിഞ്ഞാലും താഴേക്ക് എറിഞ്ഞാലും ആക്സിലറേഷൻ എപ്പോഴും താഴോട്ടായിരിക്കും ഉണ്ടാവുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ഡൗൺവേർഡ്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? ആദ്യത്തെ മാസ് m, ആക്സിലറേഷൻ g. രണ്ടാമത്തെ മാസും m, അതിൻ്റെ ആക്സിലറേഷൻ g ഡിവൈഡഡ് ബൈ രണ്ട് മാസം കൂടെ ആഡ് ചെയ്താൽ 2m വരൂലേ? അപ്പം മുകളിൽ 2mg, താഴെ 2m. അപ്പം ആൻസർ എന്ത് വരും? 2m ക്യാൻസൽ ചെയ്താൽ ആൻസർ g ആയിരിക്കും നമുക്ക് കിട്ടുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ.